ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് രാവിലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളാണ് കേട്ടോ. ഇന്ന് ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓരോന്നും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എടുത്ത് കാണാം കേട്ടോ. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ബട്ടർ നമ്മളിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടറൊക്കെ മതിയാവും കേട്ടോ. ഞാനൊരു 2 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബട്ടർ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റൂം ടെമ്പറേച്ചറായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ ഒരു ഇച്ചിരി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ സോൾട്ടഡ് ബട്ടറാണ് എടുത്തത്. എന്തായാലും അൺസോൾട്ടഡ് ബട്ടർ തന്നെ എടുക്കാം കേട്ടോ. അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിലോട്ട് ഇനി ചീസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഒരുപാട് ചേർക്കരുത്. ഇനി ബ്രെഡിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. 2 സ്ലൈസ് ബ്രെഡിന് പാകത്തിനാകുന്നുണ്ട്. പിന്നെ മറ്റേ സൈഡിലോട്ട് പ്ലെയിൻ ആയിട്ടുള്ള ബട്ടർ മാത്രമായിട്ട് ഒരു ഇച്ചിരി തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടർ മറ്റേ സൈഡിലോട്ട് തേച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലോട്ട് മാത്രം ഇതുപോലെ നമ്മൾ ബട്ടറിൻ്റെ കൂട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ഇതുപോലെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 സ്ലൈസ് ബ്രെഡും ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നമ്മളിത് എയർ ഫ്രയറിലാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന. കുറച്ച് നേരം ഒന്ന് എയർ ഫ്രയറിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ പാനിൽ തന്നെ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ 2 സ്ലൈസ് ബ്രെഡും ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് 180 ഡിഗ്രി 180 ഡിഗ്രിയിൽ ഒരു 7 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. 8 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. 7 മിനിറ്റൊക്കെ മതിയാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയെടുത്തപ്പോൾ. അപ്പോൾ 7 മിനിറ്റൊക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു എയർ ഫ്രയറിൽ അല്ലെങ്കിൽ ഓവനാണെങ്കിൽ ഓവനിൽ വെക്കാം. ഇതുപോലെ ആകില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇത്രയും ക്രിസ്പി ആയിട്ട് വരില്ല. ചെറുതായിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല മുകൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ബ്രെഡും ബട്ടറും ചീസും എല്ലാം കൂടി വരുമ്പോൾ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഓംലെറ്റ് ബ്രെഡ് ടോസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഒറിഗാനോ, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സവാളയുടെ പകുതി മതിയാകും. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഒരു ബ്രെഡിനുള്ള അളവാണ് കേട്ടോ ഇത്. ഇനി നമ്മളൊരു ഒരു പാൻ ചൂടാകുമ്പോൾ, ഒരു തവ ചൂടാകുമ്പോൾ ഒരു ഇച്ചിരി നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ബ്രെഡ് ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വലിയ രീതിയിലൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ ഒരു ഇച്ചിരി നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ, ഇനി അതുമല്ലെങ്കിൽ എണ്ണ വേണമെങ്കിൽ ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. 1-2 ടീസ്പൂണൊക്കെ ഞാനിപ്പോൾ ഒരു ഇച്ചിരി ബട്ടറാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഒന്ന് കുറക്കാം കേട്ടോ. ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ മുട്ടക്കൂട്ട് ഒഴിച്ചിട്ട് എല്ലാ ഇടത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് വേകുന്നതിന് മുന്നേ തന്നെ ബ്രെഡ് ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് 2 സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മളിത് അടിഭാഗം ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുകൾ ഭാഗമൊക്കെ കംപ്ലീറ്റ് വേകാൻ നിൽക്കണ്ട. ചെറുതായിട്ട് അടിഭാഗം വേകുമ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് അടിഭാഗം ചെറുതായിട്ടൊന്ന് വേകണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോവും. അതുപോലെ നന്നായിട്ട് കംപ്ലീറ്റ് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കുമ്പോഴും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ട് വേവുമ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ വെന്തോളും.
പിന്നെ ഒന്ന് തിരിച്ചു മറിച്ചുമിട്ട് നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി കുറച്ച് നേരം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്കിതിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇത് എളുപ്പമാണ്, പലർക്കും അറിയുന്നുണ്ടാവും, പിന്നെ അറിയാത്ത പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. നമുക്കിത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഒരു ഈസി ഐറ്റമാണ് കേട്ടോ ഇനി കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 1-2 ടീസ്പൂണ് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതിലോട്ട് ഞാനിപ്പോൾ 2 സ്ലൈസ് ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. സാൻഡ്വിച്ച് ബ്രെഡാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത്. കുറച്ച് വലിയ സൈസിലുള്ള ബ്രെഡാണ് കുറച്ചും കൂടെ നല്ലത്. ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ചെറിയ രീതിയിലൊന്ന് ഇത് ടോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, കളർ മാറാനൊന്നും നിൽക്കണ്ട. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 2 സ്ലൈസ് ബ്രെഡിനും കൂടെ വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 സ്ലൈസിലോട്ടും ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. സാൻഡ്വിച്ച് ബ്രെഡാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് ഇനി നമ്മൾ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാനിപ്പോൾ ഒറിഗാനോ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ഇച്ചിരി ഒറിഗാനോ, അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരിച്ചിരി മല്ലിയിൽ അരിഞ്ഞതും കൂടെ വെതറി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം. അതുപോലെ മറ്റേ സൈഡ് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം, ബ്രെഡ് തിരിച്ചിട്ട് കൊടുത്ത ശേഷം തന്നെ മുട്ടയൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കാം കേട്ടോ. പിന്നെ അത് ടോസ്റ്റായി വരാൻ വേണ്ടിയിട്ട് അത് മുരിഞ്ഞ് വരാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഇത് ഓവറായിട്ട് കളർ മാറി വരും. ഇനി നമുക്കിതുപോലെ മൂടി വെച്ചിട്ട് ചീസൊക്കെ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്കിതിൽ നിന്നും മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണെങ്കിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ബ്രെഡ് ടോസ്റ്റാണ് കേട്ടോ ഇത്. ഒരു വെറൈറ്റി ആയിട്ട് മുട്ട വെച്ചിട്ടും അതുപോലെ മുട്ടയും ചീസും ഒക്കെ വെച്ചിട്ടാണിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു രീതിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന, എല്ലാവരും ചെയ്യാറുള്ള ഒരു ബ്രെഡ് ടോസ്റ്റും അതുപോലെ മുട്ട ബുൾസയുമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടോസ്റ്ററിലാണിത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തവയിലിട്ടിട്ട് സാധാ ചെയ്യുന്ന പോലെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ബട്ടറൊക്കെ പുരട്ടി കൊടുത്തിട്ട് ഒന്ന് ടൈം വെച്ചിട്ട് ഓണാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതന്നെ ഓഫാവും. അപ്പോൾ കണ്ടില്ലേ, ഇനി ഇതുപോലെ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒരു മുട്ട ബുൾസയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയും സാധാ എല്ലാവരും ചെയ്യാറുണ്ട് ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ചായയുടെ കൂടെ ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മയോ സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 1/2 കപ്പോളം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പകുതി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, അധികം പഴുക്കാത്ത ഒരു പകുതി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരിച്ചിരി കുരുമുളക് പൊടി, അതുപോലെ ഒറിഗാനോ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് മയോനൈസാണ്. അപ്പോൾ മയോനൈസ് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വേവിച്ച മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മയോനൈസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കുക്കമ്പർ, കക്കിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് വെള്ളമൊക്കെ പിഴിഞ്ഞ്, അത് ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം 1/2 കപ്പോളം. പിന്നെ ഒരിച്ചിരി മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ കക്കിരി ഇല്ലാത്ത കൊണ്ട് കക്കിരി ചേർത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബ്രെഡിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ സ്വീറ്റ് കോൺ വേവിച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം.
ഒരു ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 കപ്പിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത ശേഷം കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത ശേഷം ഫില്ല് ചെയ്തെടുത്താലും മതി. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ടോസ്റ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കഴിക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ നോക്കാം കേട്ടോ. ബ്രെഡ് നല്ല സോഫ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി, ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ, ചെറിയ രീതിയിൽ. അപ്പോൾ ഇതുപോലെയും ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം ഫില്ല് ചെയ്തിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സാൻഡ്വിച്ചാണിത്. നല്ല മയോനൈസും എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി വേറൊരു രീതിയിലുള്ള സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു ബ്ലെൻഡറിലോട്ട് 1/4 കപ്പ് പുതിനയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതുപോലെ 1/2 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക രണ്ടും. പിന്നെ വേണ്ടത് ഇതിലോട്ട് പച്ചമുളക്, ഒരു 1-2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം മീഡിയം സൈസിലുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ 1 ടീസ്പൂണ് നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര വേണമെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിപ്പോൾ നല്ലോണം തിക്കാണ് എന്നുണ്ടെങ്കിൽ ഇതിലോട്ട് 1-2 ടീസ്പൂണ് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്കിത് ബ്രെഡിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ പാകത്തിന് ഇതിൻ്റെ പരുവം ഒന്ന് കറക്റ്റാക്കി എടുത്താൽ മതി. നല്ലോണം തിക്കാണ് എന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടീസ്പൂണ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതാണ് ഇതിൻ്റെ ചട്നി കേട്ടോ, നമ്മൾ ബ്രെഡിലോട്ട് തേച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബ്രെഡിൻ്റെ സൈഡ് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ ഒരു സ്ലൈസ് ബ്രെഡിലോട്ട് ഇതുപോലെ ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കാം. എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ ബട്ടർ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉണ്ടാക്കി വെച്ച ചട്നി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുകളിലോട്ട് കുറേശ്ശെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് 2 കഷ്ണം തക്കാളി ഇതുപോലെ വെച്ച് കൊടുക്കുക. അതുപോലെ 2 സ്ലൈസ് കക്കരിയും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് സ്ലൈസ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്ന ബ്രെഡിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്, തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് ആക്കി കൊടുത്തിട്ട് കവർ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ടോസ്റ്റ് ചെയ്യുന്നില്ല, ഇതിങ്ങനെ തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്ക് ഇതുപോലെയും കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ക്രോസ് ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ 4 ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഇതിങ്ങനെ തന്നെ കഴിക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം, അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ഇങ്ങനെയാണ്. അപ്പോൾ ടൂത്ത് പിക്കൊക്കെ ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ സെർവ് ചെയ്യുന്ന 4 ആയിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ് ഈ ഒരു സാൻഡ്വിച്ച്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ക്രോസ് ആയിട്ട് വേണമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.